പെങ്ങന്മാർ വരുന്നത് നമ്മൾ അറിഞ്ഞത് കാരണം വീണ്ടും തേങ്ങ ഇട്ടുകയും ആ തേങ്ങ അത് പൊളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെ കൊണ്ടു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ തേങ്ങ പൊളിച്ചിക്കാണ്ട് 2 കുറ്റി പൊളിച്ചാണ് ഓരോരുത്തർ കൊണ്ടുപോയിക്കണം. അപ്പോൾ പിന്നെ പണി കൊടുക്കണ്ടേ. അപ്പോൾ പൊളിച്ചാൽ പെങ്ങളും തേങ്ങൻ്റെ ചെകിരി എടുക്കാൻ പെങ്ങളെ കുട്ടിയും ഓള് പൊളിച്ചിങ്ങനെ കൊടുക്കുന്നു, മറ്റോ ചെകിരി വാങ്ങി ഇങ്ങനെ ഇടുന്നു. ഭയങ്കര ആത്മാർത്ഥതയുള്ള പണിക്കാരൻ എടാ. ഔ എവിടുന്ന കിട്ടുക അങ്ങനത്തെ പണിക്കാരൊക്കെ? ഈ ജാതികളിലൊക്കെ അണ്ടി വരെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചിട്ട് നമ്മളെ വീട്ടിൽ അവിടെ പറങ്കൂച്ചുള്ളതോ അതിൻ്റെ വീട്ടിൽ അണ്ടി ഉള്ളതോ നമ്മൾ കണ്ടിട്ടില്ല. അതാ അണ്ടി വരെ പൊക്കിക്കൊണ്ടുവന്നു. ഈ പറങ്കൂച്ച് മാത്രമല്ല ഗൈസ്, ഈ കുരുപ്പാൾ വരുമ്പോഴാണ് നമ്മളെ വീട്ടിൽ പൗത്ത ചക്ക വരെ മണത്ത് കണ്ടുപിടിച്ചില്ല. അതുവരെ നമ്മൾ വരെ അത് കാണൂല. എന്തിനേറെ പറയണം, ഈ ഒറ്റക്കൊമ്പുള്ള ഈ മൂച്ചിമിൽ മാങ്ങ ഉണ്ടായത് വരെ നമ്മൾ ഇന്നാണ് കാണുന്നത്. ഈ വരുമ്പോൾ അണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അണ്ടി പൊറുക്കാൻ പോയ ഉപ്പാക്ക് കിട്ടിയത് ഒരു കൊല തേങ്ങ. തേങ്ങട്ടപ്പോ മിസ്സായത് അവര് വാങ്ങി കിട്ടിക്കണേ ഇല്ലാത്ത ജാതി. ഇതിപ്പോൾ എന്തിനു വന്നേരോ ഇതാ ഇവിടെ നിന്ന് നമ്മളെ കട്ടിൽ വെപ്പായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കട്ടിൽ വെപ്പിന് പലഹാരം കൊണ്ടുവരാനും അത് തിന്നാനും വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. അപ്പം ഇന്നായിരുന്നു നമ്മളെ കട്ടിൽ വെപ്പ്. ഈ തറ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ഈ തറ വെച്ചിട്ട് ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അവസാനമായി ഗൈസ്. ഇനി ആ തറ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റൂല. ഇന്ന് അവിടെ കട്ടിൽ വെച്ചു, പടവ് തുടങ്ങി, നമ്മൾ പെരപ്പണി തുടങ്ങി. പിന്നെ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മൾ ഈ പെരപ്പണി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, എനിക്ക് എന്തിനാണ് വേറൊരു വീട്, നല്ലൊരു വീട് അവിടെ ഇല്ലേ, അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ വേറൊരു വീട് എടുക്കുന്നത്, താമസിക്കുന്ന വീട് എൻ്റെതല്ലേ, തറവാടാണോ, പൈസ കൂടിയിട്ടാണോ, എന്തിനാണ് 2 വീട്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കിയ വീട്. അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗൾഫിൽ പോയി അധ്വാനിച്ച് 15 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ വീടാണിത്. ശരിക്കും ഉണ്ടാളി 950 സ്ക്വയർ ഫീറ്റ് ചെറിയ വീട്, നമുക്കത് മതി. 15 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ വീടാണ് ഈ വീട്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പോൾ തറവാടുണ്ടായിരുന്നു അപ്പുറത്ത്. ഇപ്പോൾ പെരപ്പണി നടക്കുന്ന അവിടെ തറവാട് ഉണ്ടായിരുന്നു. ആ തറവാട് പൊളിച്ചിട്ട് അനിയനാണ് അവിടെ തറട്ട്. അപ്പോൾ ആ പെര, ആ പുല്ല് ചെത്തിയ ഒരാളുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പുല്ല് ചെത്തിയ ആൾ, അതേപോലെ ഇങ്ങേപ്പുറത്ത് പാത്തുമാൻ്റെ ഒപ്പം നിന്നിന് വേറൊരാൾ, അത് അനിയനും വൈഫുമാണ്. അപ്പോൾ അത് അനിയൻ്റെ വീടാണ്, എൻ്റെ വീടല്ല. ഞാൻ റിച്ചല്ല, നമ്മൾ സാധാ ലോക്കൽ നാടൻ മനുഷ്യനാണ്. ഈ 950 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ചെറിയ പെര, നമുക്കിത് മതി. ഇത് എൻ്റെ വീട്. ഞാൻ കല്യാണം കഴിക്കുന്നത്, ഞാൻ ആദ്യം വീട് വെച്ച് എന്നിട്ടാണ് കല്യാണം കഴിച്ചത്. വീട് വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ ആടിപാടി ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ വീട്, അത് അനിയൻ്റെ വീട്, എൻ്റെ വീടല്ല. അപ്പോൾ അത് എൻ്റെ വീടാണെന്ന് കരുതിക്കാണ് സങ്കടപ്പെട്ട ആളുകളൊക്കെ സന്തോഷിച്ചോളി. ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല, വീട് വെക്കാനുള്ള ലെവൽക്കൊന്നും എത്തിയിട്ടില്ല. ഓക്കെ, ഇവിടെ പലഹാരം ഊരി വെക്കുന്നു, അവിടെ കട്ടിൽ വെക്കുന്നു, അവിടെ കട്ടിൽ വെക്കുന്നു, ഇവിടെ പലഹാരം, ഇവിടെ പലഹാരം, അവിടെ കട്ടിൽ, അവിടെ കട്ടിൽ, ഇവിടെ പലഹാരം. ഏതാ വൈബ്? ഇതൊക്കെയാണ് വൈബ്. പലഹാരം മിക്സിംഗ് ഗൈസ്, ഓരോന്നോരോന്ന് 1 by 1 ഓരോന്ന് മിക്സിംഗ്. എന്നിട്ട് അതിന് ഓരോന്നിനും ഇങ്ങനെ പാരിയിടല, ഓരോന്നിനും ഓരോ കവർക്ക് പാരിടല. ഓക്കെ, അതാ ഉലുമിച്ചത് പൊടിച്ചിട സൈഡിലിട് പൊടി. അത് നോക്കി ഇന്ന് കട്ടിലെപ്പ്. അപ്പൊ അതിനെ കൊണ്ടുവന്ന പലഹാരം ഓരിക്കണം ഗൈസ്. അയൽവാസികളോടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരിക്കണം. ഏതാ വൈബ്. ഇങ്ങനത്തെ ആചാരങ്ങളുള്ള നാട്ടുകാരൊക്കെ ഒന്ന് ലേക്കടിച്ചാണി. ഇങ്ങനത്തെ ആചാരങ്ങളില്ലാത്ത ആൾക്കാരെ ഒന്ന് മെൻഷൻ ചെയ്യും. ഇത് പെങ്ങന്മാരും പിന്നെ ഇവന്റെ പെണ്ണുങ്ങളോടൊന്നും കൊണ്ട് ഇവൻക്കാട്ട പേരാ, എനിക്കല്ല. കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ഇന്റെ പേരാണ് ഓന്റെ പേരാണ്. ഓന്റെ പെണ്ണുങ്ങളോടൊന്നും പെങ്ങന്മാരും കൊണ്ടുവന്ന സാധനങ്ങളാണ് മൊത്തം. കറുത്തൽവ എന്താ അതിന് കണ്ടിട്ടാണ്. അത് പൊടിച്ച് നല്ല പൊടിച്ചത്. ഓരോന്ന് എല്ലാത്തിനും കൊടുക്കി. രണ്ടെണ്ണൊന്നല്ല, ഇനി വെക്കേ. എത്ര കാലുണ്ട്? ഒന്നുകൂടി വെച്ചോ, 4 വെച്ചോ. 4 വെച്ചോ. അലുവ കറുത്തൽവ, അലുവ 2 പീസ്. അത് വലിയ പീസാ. അത് അഡീഷണലാണ്.
അപ്പൊ ഇതാണ് ഒരു പൊതി കാച്ചാ. അളവ് തെറ്റിണ്ട് സിറാത്ത് പാലം കടക്കൂല കേട്ടാ. അളവ് ഗല്ലോ എല്ലാ ഇതിന് പൊതിയിലും ഒരേപോലെ ആണ്ടി ഉള്ള കാര്യം പറഞ്ഞില്ല. ഇവിടേക്ക് കൊടുക്കേണ്ടി മനസ്സിലായ? ആർക്ക് മനസ്സിലായിക്കണ? ആർക്ക് മനസ്സിലായ? ആ നില കൊണ്ടേ വിട്ടൽ. ആ കാതാ വടക്കോട്ട് 2, തെക്കോട്ട് 4, കീക്കോട്ട് വേറെ. ഒരു പൊതി ബാക്കിയായി ഗൈസ്. ഇത് ഗിവ് അവേ കൊടുക്കണം, ഗിവ് അവേ. അപ്പൊ എല്ലാവരും കമന്റ് അടിക്കുക. അതിൽ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു പൊതി ചീരിനി വീട്ടിലേക്ക് പാർസൽ അയക്കുന്നതായിരിക്കും. പലഹാരം ഓരിക്കണിന്റെ ഇടയിൽ അളിയന്റെ ഒരു മാസ് എൻട്രി. എവിടുന്നോ കുറച്ച് മാങ്ങി കൊണ്ട്. എന്താ എവിടെ വാങ്ങാ അളിയാ? ഇത് കൊടുക്കാം അളിയാ. നമ്മള് വരത്താ എല്ലാം കൊണ്ടൊന്ന് ചോറാണ്. ഏതാ മാങ്ങ? കീടിലെ സാധനം പഞ്ചാര മാങ്ങ. ഓ ഇന്നത്തെ ദിവസം പൊളിയാണ് പൊളി.